ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് 16ാമത്തെ ദിവസത്തെ എക്സാമാണ്. പഠിച്ചിട്ട് വരാൻ പറഞ്ഞ ടോപ്പിക്കുകൾ SCERTയിലെ 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം, വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ CPOയിലെ 60 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ SCERTയിലെ പദകോശവും ഗ്ലോസറിയും തന്നിട്ടുണ്ടായിരുന്നു, അതും മലയാളവും ഇംഗ്ലീഷുമാണ് പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള 26 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക, ആൻസർ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കും. സോ ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് ഞാൻ വായിക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, പിഗ്മി ആമസോൺ നദി. 2 ഇന്യൂട്ട് തെക്കേ അമേരിക്ക. 2 മധ്യരേഖാ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത്. 1 ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്ക്, 2 ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി വടക്ക്. 3 2 അർദ്ധഗോളങ്ങൾക്കിടയിലും ഡാഷ് മുതൽ ഡാഷ് വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ ഡാഷ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. 3 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 കലഹാരി തെക്കേ അമേരിക്ക, 2 ആറ്റക്കാമ ആഫ്രിക്ക. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, തുന്ദ്ര കാലാവസ്ഥ. 6 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങളിൽ പെടാത്തത്. 7 ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകാപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ്. വാട്ട് ക്യാൻ ബി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻഡ് പോർഷൻ? അണ്ടർലൈൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇൻകാപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ്. ദി കാർ ബ്ലോ അപ്പ് ആഫ്റ്റർ ഇറ്റ് ഫെൽ ഡൗൺ ഇൻ ടു ദ ഡീപ് പിറ്റ്. അനദർ വേർഡ് ഫോർ ദ ഫ്രേസൽ വെർബ് ബ്ലൂ അപ്പ് ക്യാൻ ബി. 9 fill in the sentence with the correct word. 10 add suitable question tag. 11 the books on the table dash to our teacher. 12 the young man was baffled by the question of the policeman, which is an apt synonym of the word baffled. 12 ശരിയായ വാക്യം കണ്ടെത്തുക. 13 ഇത്. 14 അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ. 15 താമരപ്പൂ എന്നർത്ഥം വരുന്ന പദമേത്? 16 ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. 17 കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നു, ഈ പഴമൊഴിയുടെ അർത്ഥമെന്ത്? 18 ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദമേത്? 19 ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം. 20 തന്നിരിക്കുന്ന ഗ്ലോസറിയിൽ നിന്നും അതേപോലെ പദ പരിചയത്തിൽ നിന്നുമാണുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത് കേട്ടോ. ക്വിറ്റ് ആൻഡ് പീസ്ഫുൾ കണ്ടീഷൻ. 21 ഐ വാസ് എ ഡാഷ് ചൈൽഡ്. 22 സമ്മൺ ഹൂ സെൽസ് തിങ്സ് എസ്പെഷ്യലി ഓൺ ദി സ്ട്രീറ്റ്. 23 ചേതന. 24 ഛേദം. 25 ശരിയായ പദം തിരഞ്ഞെടുക്കുക. 26 പാണ്ഡിത്യമുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഞാൻ എന്തായാലും എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ എന്തായാലും പറയാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ നോക്കുക കേട്ടോ. ആൻസേഴ്സ് ആണ് ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. ഏതെങ്കിലും ആൻസർ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അടിയിൽ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പിഗ്മി ആമസോൺ നദി. അത് തെറ്റാണ്. പിഗ്മികൾ വരുന്നത് നൈൽ നദിയിലാണ്. ഇനി ഇന്യൂട്ട് തെക്കേ അമേരിക്ക, അതും തെറ്റാണ്. ഇന്യൂട്ട് വരുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്താണ് ഇന്യൂട്ട് വരുന്നത്. ഇന്യൂട്ട്. അപ്പോൾ രണ്ടും തെറ്റാണിതിൽ. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ. മധ്യരേഖാ കാലാവസ്ഥ മേഖല കാണപ്പെടുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും അതേപോലെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി വടക്കും ഭാഗത്തുള്ള രേഖകൾ മൊത്തത്തിൽ പറയുന്നതാണ് ഇത് മധ്യരേഖ കാലാവസ്ഥ മേഖല എന്ന്. അപ്പോൾ 1, 2 എന്താണ് ശരിയാണ്. 3 2 അർദ്ധഗോളങ്ങൾക്കിടയിലും എത്രയാ? 20 മുതൽ 30 ഡിഗ്രി കേട്ടോ. 20 മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ 20 to 30 പടിഞ്ഞാറ് ഭാഗത്താണ് ഓപ്ഷൻ ഡി ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം വരുന്നത്. 4 കലഹാരി. കലഹാരി ആഫ്രിക്കയാണ്. കലഹാരി ആഫ്രിക്കയാണ് ഇവർ. അതേപോലെ അറ്റക്കാമ തെക്കേ അമേരിക്ക. ഇത് രണ്ടും തലതിരിഞ്ഞിട്ടുള്ള, അപ്പോൾ രണ്ടും തെറ്റാണ്. ഓപ്ഷൻ ഏതാ? ഡി ആണ്. 5 തുന്ദ്ര കാലാവസ്ഥ. തുന്ദ്ര കാലാവസ്ഥ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നാണ്? തുന്ദ്ര കാലാവസ്ഥ ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥയാണ് തുന്ദ്ര കാലാവസ്ഥ. ഓപ്ഷൻ എ ആണ്. 6 വ്യത്യസ്ത കാലാവസ്ഥ മേഖല രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷ മർദ്ദം. ഓപ്ഷൻ ബി. 7 ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്നതിൻ്റെ ഇൻകറജിബിൾ കേട്ടോ. ഇൻകറജിബിൾ ആണ് അതിൻ്റെ ഒറ്റ വൺ വേർഡ്.
ദ കാർ ബ്ലോ ആപ്പ്. ബ്ലോ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതൊക്കെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ CPA ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ആ പാട്ടിലുണ്ട്, നിങ്ങളതിൽ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തത്. ബ്ലൂ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ബ്ലൂ ആപ്പ്. ഐ ഡോണ്ട് തിങ്ക് ദ അതോറിറ്റീസ് വിൽ എവർ എക്സീഡ് ടു ദി സ്റ്റുഡൻസ് ഡിമാൻഡ്സ്. മൈ ബ്രദർ സെൽഡം സ്മൈൽഡ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ്. ഡസ് ഹി? ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. ബിലോങ്. ഓപ്ഷൻ ബി ആണ് ബിലോങ്. ബിലോങ് ടു അവർ ടീച്ചർ. 12 ദ യങ് മാൻ വാസ് ബാഫിൾഡ്. ബാഫിൾഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. 13 ശരിയായ വാക്യം കണ്ടെത്താനാണ്. ഓപ്ഷൻ സി ആണ്. തുമ്പു കെട്ടിയിട്ട് നിൻ്റെ നീൾമുടി കാണാൻ എന്തൊരാഴും. മറ്റേതൊക്കെ എങ്ങനെയാണ് തെറ്റുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് കാണുക. അതൊക്കെ 5 പത്തി എന്ന് വെച്ചാൽ ചതിക്കാൻ സഹായിക്കുന്നവനാണെന്ന് അർത്ഥം. 15 താമരപ്പൂവ് സാരസം. ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബർത്ത് എന്ന് വെച്ചാൽ എന്താ, അവൻ പതുക്കെ പറഞ്ഞു എന്നാണ്. കാലത്ത് വന്ന മഴ മന്തിക്ക് വന്ന് വിരുന്നു എന്നുള്ളതിൻ്റെതാണ് 2 പോകില്ല, ആ പഴമൊഴിയുടെ അർത്ഥം. ഗുരു എന്നതിൻ്റെ എതിർലിംഗം പെൺലിംഗാണ് ഗുരുവി. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ. ക്വീറ്റ് ആൻഡ് പീസ്ഫുൾ കണ്ടീഷനാണ് ഇത് ട്രാങ്ക്വിലിറ്റി കേട്ടോ. ഇതൊക്കെ അതിൽ വന്ന വേർഡ്സാണ്, മറ്റുള്ള വേർഡ്സൊക്കെ അതിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ഐ വാസ് എ ടിമിഡ്. ടിമിഡ് എന്ന് വെച്ചാൽ എന്നാ, ടിമിഡ് എന്ന് വെച്ചാൽ പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു ടിമിഡ്. സമൺ ഹൂ സെൽസ് തിങ്സ് എസ്പെഷ്യലി ഓൺ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ വെക്കുന്ന, സ്ട്രീറ്റ് കച്ചവടക്കാരനെ വിളിക്കുന്ന പേരാണ് വെണ്ടർ. ഓപ്ഷൻ ബി കേട്ടോ, ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. 22 23 ചേതന. ചേതന എന്ന് വെച്ചാൽ ജീവൻ. ചേതനേറ്റ ശരീരം എന്നൊക്കെ കേൾക്കാറില്ല നിങ്ങൾ, ജീവൻ ഇല്ലാത്ത ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചേതം. ചേതം എന്ന് വെച്ചാൽ എന്താ, ഓപ്ഷൻ ഡി നഷ്ടം. നിനക്കെന്താ ചേതം എന്ന് പറയില്ലേ, നിനക്കെന്താ നഷ്ടമാണെന്ന്, അതേപോലെ ഓർത്ത് വെച്ചാൽ മതി ചേതം. ശരിയായ പദം വിളംബരമാണ്. ഓപ്ഷൻ ബി വിളംബരം. പാണ്ഡിത്യമുള്ള എന്ന അർത്ഥം വരുന്നത് പ്രബുദ്ധം. പ്രബുദ്ധ ഭാരതം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അതിൽ GK. അപ്പോൾ പാണ്ഡിത്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 26 ക്വസ്റ്റ്യൻസ് ആണ്. മിനിമം നിങ്ങൾ 25 സ്കോർ ചെയ്യാൻ നോക്കട്ടോ, കാരണം ഓൾറെഡി തലേദിവസം തന്നത് അത്ര മാത്രം ടോപ്പിക്കുകളൊന്നുമില്ല. മാക്സിമം 1 or 2 നെഗറ്റീവ്, അതിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. കാരണം നെഗറ്റീവ് അധികം ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, 100 മാർക്കിൻ്റെ എക്സാം നടത്തുമ്പോൾ അത്രയും നെഗറ്റീവ് ആയിട്ട് വരും. 10-12 നെഗറ്റീവിലൊക്കെ പോയാൽ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നാളത്തേക്കുള്ള ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യാം, ഞാനിടാം. നമുക്ക് സയൻസും ഈ SCRT കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങും കേട്ടോ. SCRT ഇപ്പോൾ SCRT അത് വെച്ച് പോകുന്നതുകൊണ്ടാണ് ടോപ്പിക് വൈസ് ആയിട്ട് ടോപ്പിക്കുകളൊന്നും തരാത്തത്, ടോപ്പിക്കുകളൊന്നും ഇടാത്തത് ക്ലാസ്സായിട്ട്. SCRT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, SCRTയിൽ ഇല്ലാത്ത വെച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ക്ലാസ് ആക്കിയിട്ടിടും. അതേപോലെ നമുക്ക് അതിനുശേഷം ഇപ്പോൾ 2023 ഇനി വരാൻ പോകുന്ന 24 വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി എന്ത് ചെയ്യണം, അത് നോക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, അതിലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ടുള്ള. അപ്പോൾ ഏകദേശം എന്താവും സെറ്റാവും ഏകദേശം. ഓക്കെ, അപ്പോൾ ഇത് നിർത്തുവാണ്. ഓക്കെ, ബൈ.